രാധികാന്റി, ഞാൻ വേറെ ഒരു ഡോക്ടറാണ്, അതുകൊണ്ട് കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. മോളെ, നീ ഡോക്ടറൊക്കെയാണ്, പക്ഷെ വ്യത്യസ്തയാണ്. നിന്റെ കയ്യിലുള്ള ഈ മായാജാലം ഉണ്ടല്ലോ, അത് മരുന്നിന്റെ ഫലം ചെയ്യും. ഞാൻ നിന്നെ എത്ര അഭിനന്ദിച്ചാലും അതൊന്നും അറിയാവില്ല. സരള, നിങ്ങളുടെ ഈ മകൾ ആളുകൾക്ക് അവരിൽ നിന്ന് നഷ്ടപ്പെട്ട ചിരി തിരിച്ചു നൽകുന്നു. പക്ഷെ എന്റെ വീട്ടിൽ അവിടെ ഇവൾ സന്തോഷത്തിന്റെ കടലാണ് തന്നത്. താങ്ക് യു സോ മച്ച്. ഒരുപക്ഷെ എന്റെ രോഹിത് ആ ഷേളിനെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ രോഹിത്തിന്റെയും പ്രീതയുടെയും ജോഡി എത്ര നന്നായിരുന്നേനെ. എന്ത് നല്ല പെൺകുട്ടിയാണ്, സുന്ദരിയാണ്, സംസ്കാരമുണ്ട്. ഒരുപക്ഷെ പ്രീതയുടെ ഈ ബന്ധം ഉറപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ കിരണിനെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യിപ്പിച്ച് അവനെ നിർബന്ധിപ്പിച്ച് അവനും പ്രീതയും തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കുമായിരുന്നു. അത്ര നല്ല കുട്ടിയാ. എന്റെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ. രാധികാന്റി ഒരുപാട് എന്നെ പുകഴ്ത്തുന്നുണ്ട്. മോളെ, നിനക്കതിനുള്ള അർഹതയുണ്ടല്ലോ. ശരി അമ്മ രാധികാന്റിയെ കൊണ്ടുപോയി റൂം കാണിക്ക. ആന്റി റെസ്റ്റ് എടുക്കട്ടെ. ഇനി സന്തോഷം കൊണ്ട് നല്ലോണം ഡാൻസ് കളിക്കാനൊന്നും നിക്കണ്ട. അയ്യോ ഇല്ലല്ലോ, ഞാൻ ശ്രദ്ധിച്ചോളാം. നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തോളൂ. വാ സരള, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഞാൻ നടന്നോളാം. അയ്യോ അത് പറ്റില്ല, ഡോക്ടർ ഓർഡർ തന്നത്. ഞാൻ ഡോക്ടർ പറഞ്ഞത് കേൾക്കാറുണ്ട്, നിങ്ങൾ കേട്ടാലില്ലെങ്കിലും. വരൂ, വാ 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 വാ, പതുക്കെ. ദേ, നിങ്ങൾ അധികം ബലം കൊടുക്കണ്ട കാലിന്. മോളെ വാ, ഇവിടെ ഇരിക്കും. ഒന്നാമതായി നീ പൃഥ്വിയെ പറ്റി ചിന്തിക്കുന്നത് ഇപ്പൊ നിർത്തിക്കോ. നമ്മൾ കണ്ടതല്ലേ, അദ്ദേഹം വളരെ സത്യസന്ധനും ശുദ്ധ ഹൃദയത്തിന് ഉടമയാണ്. ഇനി എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് പ്രീതയെ സത്യം കാണിച്ചേ പറ്റൂ. പ്രീത മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരും ആ വൃത്തികെട്ടവനെ ഒരുപാട് അധികം വിശ്വസിക്കുന്നുണ്ട്. ആ പമ്പര വെട്ടിയായ പൃഥ്വി വളരെ സ്മാർട്ടാണ്. പാവം പ്രീത എപ്പോഴും മണ്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനി നടക്കില്ല അത്. ഈ വീഡിയോ ഞാൻ അവളുടെ മുന്നിൽ പ്ലേ ചെയ്യും. അവൾ അവളുടെ കണ്ണുകൊണ്ട് കാണട്ടെ അവന്റെ സ്വഭാവം. അതിന് പ്രീതയെ കൂടെ കൊണ്ടുപോയേ പറ്റൂ. അതോടെ തീർന്നുള്ള ആ വൃത്തികെട്ടവന്റെ കളി. ദാറ്റ്സ് ഇറ്റ്. എന്റെ ദൈവമേ, ഇപ്പൊ ഈ സ്മൈലിന്റെ അർത്ഥം എന്താ? നീ തന്നെ പറയേ. നിനക്കതിന്റെ 10 അർത്ഥങ്ങൾ വിചാരിക്കാം. ഐ മീൻ, മുറിയിലേക്ക് കൊണ്ടുവരാൻ വളരെ എളുപ്പമായിരുന്നല്ലോ. ഐ മീൻ, ഇത് കിരൺ നമ്പ്യാരുടെ ചിരിയാ. ഇതേക്കുറിച്ച് പഠിക്കാൻ നീ PhD എടുത്താലും പറ്റില്ല. അല്ല, ഐ മീൻ, ഈ സ്മൈല് വളരെ പോസിറ്റീവ് ആണ്. അതായത് മനസ്സിൽ വളരെ നല്ല ഫീലിംഗ്സ് ഉള്ള ഒരാളുടെ സ്മൈല് പോലെ. എനിക്ക് തോന്നുന്നത് നീ എന്നോട് വഴക്കിടാൻ വന്നതല്ല. പക്ഷെ എന്നോട് വഴക്കിടാൻ വന്നതല്ലെങ്കിൽ പിന്നെ നീ വന്നത് എന്തിനാ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഗുഡ് ക്വസ്റ്റ്യൻ പ്രീത അറക്കൽ. അതെന്താന്നോ, ഐ മീൻ, നീ ഭയങ്കര ഇന്റലിജന്റാ. ആളെ കാണുമ്പോ തന്നെ മനസ്സിലാക്കി കളയും അയാളുടെ മനസ്സിൽ എന്താണെന്ന്. ആ, ഞാൻ അങ്ങനെയാ. എന്നാ നീ അങ്ങനെയൊന്നും അല്ല പെണ്ണെ. 99% സ്റ്റുപ്പിഡ്. നീ കഴുതിയാ. കാരണം നിനക്ക് മനസ്സിലാവുന്നേ ഇല്ല നിന്റെ മുന്നിൽ നിൽക്കുന്ന ആളെ എങ്ങനെയാ, അയാളുടെ മനസ്സിൽ എന്താ, അയാൾ എങ്ങനെ പെരുമാറുന്നതെന്ന്. ശരിയാ നീ പറഞ്ഞത്. നോക്കൂ, എനിക്ക് ഇപ്പോ തന്നെ തെറ്റുപറ്റി. ഞാൻ വിചാരിച്ചു നീ എന്നോട് വഴക്കിടാൻ വന്നതല്ലെന്ന്. പക്ഷെ നീ എന്നോട് വഴക്കിടാനാ വന്നത്. ഡബിൾ ഡഫർ ഡോങ്കി. ഓക്കേ. അല്ലെങ്കിലും എനിക്ക് നിന്റെ ഈ അടവ് തീരെ ഇഷ്ടപ്പെട്ടില്ല. അടവോ? എന്നെ കൊടുക്കാൻ വേണ്ടിയല്ല നീ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്. ഒരു കാര്യം ചെയ്യാം പ്രീത, സോൾവ് ചെയ്തേക്കാം. വാട്സേ നോക്ക, ഞാൻ നിന്റെ ഈ തോന്നിയാസം ക്ഷമിക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാ പിന്നെ എനിക്കറിയാം. കാരണം ഞാൻ അച്ഛമ്മയുടെ ഫിസിയോ ആണ്. രോഹിത് എന്നെ വിശ്വസിക്കുന്നുണ്ട്. മഹേഷങ്ങളും രാധികാന്റിയും എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഞാനും അങ്ങനെ വിചാരിക്കുന്നേ. നിനക്കറിയോ പ്രീത, ഞാൻ എന്താ റിയലൈസ് ചെയ്തതെന്ന്? ഞാൻ നിന്നെ കുറച്ചധികം തെറ്റിദ്ധരിക്കുന്നുണ്ട്. അത് ശരി. എന്നാ പിന്നെ നീ നിന്റെ തെറ്റിദ്ധരുത്ത്. നിന്നെ മാത്രമല്ല വേണേ, ഞാൻ നിന്റെ പൃഥ്വിയെ മോശമായി കാണുന്നു. റൈറ്റ്. എന്നാ നിനക്കറിയോ, ഏതെങ്കിലും നല്ല മനുഷ്യരെ തെറ്റിദ്ധരിക്കുന്നത് എത്ര വലിയ തെറ്റാണെന്ന്? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊന്നും ചിന്തിക്കരുതെന്ന്. ശരി, ഒരു കുഴപ്പമില്ല. വൈകിയാണെങ്കിൽ കുഴപ്പമില്ല. ഒന്നുമില്ലെങ്കിലും നിനക്ക് തിരിച്ചറിവുണ്ടായല്ലോ, അത് പൃഥ്വി നല്ല മനുഷ്യനാണെന്ന്. ഇവൾക്ക് എന്തും സംഭവിക്കുമായിരുന്നു ഞാൻ ഇവിടെ അടുത്തില്ലായിരുന്നെങ്കിൽ. എന്തൊരു പാവം ഈ പെണ്ണ്. ആർക്കും ഇവളെ എളുപ്പം പറ്റിക്കാം. ഇപ്പോ എന്താ നീ ചിന്തിക്കുന്നേ? ഉറപ്പായിട്ട് എന്തെങ്കിലും വളഞ്ഞ വഴിയായിരിക്കും എന്നെ തോൽപ്പിക്കാനായിട്ട്. I care for you. എനിക്ക് പാവം നിന്റെ സന്തോഷത്തിനെ പറ്റി ഒരുപാട് ചിന്തയുണ്ട്. നിനക്കറിയോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? നിന്റെ കൈ പിടിച്ച് ഞാൻ നിന്നെ മണ്ഡപം വരെ കൊണ്ടുപോകും. എന്നിട്ട് അത് ഞാൻ നിനക്ക് തരും പെണ്ണേ. എന്താ? നിന്റെ കൈ പൃഥ്വിയുടെ കയ്യിലേക്ക് കൊടുക്കുമെന്ന് അതല്ലേ നീ ആഗ്രഹിക്കുന്നേ?
ഓ താങ്ക് ഗോഡ്. അങ്ങനെ അവസാനം നമ്മുടെ സൗഹൃദം എനിക്കിന്ന് നിന്റെ കണ്ണിൽ നിന്ന് കാണാം. ഞാൻ നിന്നെ രക്ഷിക്കും പ്രീത. നിന്നെ ആ കഴുകനെ വിട്ടുകൊടുക്കില്ല ഞാൻ. നിനക്ക് സങ്കടം ഉണ്ടാവുമെങ്കിലും ഞാൻ ചെയ്തിരിക്കും അത്. പക്ഷെ നീ വിഷമിക്കണ്ട. അധികം നേരമൊന്നും ഞാൻ നിന്നെ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാനേ സമ്മതിക്കില്ല. നിന്റെ മുഖത്ത് വീണ്ടും പുഞ്ചിരി കൊണ്ടുവരും ഞാൻ. കാരണം നിന്റെ ഈ സ്മൈലും നിന്റെ സന്തോഷവും വളരെ ഇമ്പോർട്ടൻ്റ് എനിക്ക്. നീ എന്റെ നല്ല സുഹൃത്താണ് കിരൺ. അവസാനം നീ മനസ്സിലാക്കിയുള്ളൂ ഈ വിവാഹം എന്റെ കുടുംബത്തിന് എത്ര പ്രധാനമാണെന്ന്. താങ്ക് യു മൈ ഫ്രണ്ട്. എനിക്ക് സന്തോഷമായി നീ നിന്റെ ചിന്താഗതി മാറ്റിയത്. ഞാൻ കൊന്നു മാനസി, എന്റെ കൈകൊണ്ട് ഞാൻ കൊന്നു. ഇനി എന്താ സംഭവിക്കാം? ഇനി ആരെങ്കിലും ഇത് അറിഞ്ഞാൽ ഞാൻ എന്റെ കൈകൊണ്ട് ഞാൻ മാനസിയെ കൊന്നു. അപ്പോ ഞാൻ ഇല്ലാതാകും. ഈ നിശ്ചയം നടക്കില്ല. ഈ ബന്ധം തന്നെ മുടങ്ങും. എല്ലാം നശിക്കുമല്ലോ. എല്ലാം. ഇല്ല 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 ഞാൻ അങ്ങനെ അനുവദിക്കില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം കൂടി ഒന്ന് ട്രൈ ചെയ്യാം. മനസ്സി എന്തെങ്കിലും ഒന്ന് പറയും. മനസ്സി പ്ലീസ് ഒന്ന് കണ്ണു തുറക്ക്. എന്തെങ്കിലും സംസാരിക്കും. മനസ്സി നോക്ക്. എനിക്കറിയാം നീ ആക്ട് ചെയ്യല്ലേ. നിന്റെ ആക്ടിങ് ഒന്നും എന്റെ അടുത്ത് നടക്കില്ല. നോക്ക്, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല. നിന്നെ ഭീഷണിപ്പെടുത്തുകയില്ല. എന്തെങ്കിലും പറയും പ്ലീസ്. മനസ്സി എന്തെങ്കിലും പറയും. മനസ്സി ഐ കാന്റ് ബിലീവ് ദിസ്. എന്തൊരു ലോ ക്ലാസ് ഡെക്കറേഷനാ. ഇവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ശ്രമിക്കുന്ന എന്തിനാ ഷോ ഓഫിന് വേണ്ടി? ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഈ കിരൺ എന്റെ പൃഥ്വിയെ ട്രാപ്പ് ചെയ്യാൻ നോക്കിയ. അറിയോ ഷേർലിൻ, അന്ന് ഈ മിഡിൽ ക്ലാസ് സരളാറക്കല് വന്നിരുന്നു നമ്പ്യാർ ഹൗസിൽ എൻഗേജ്മെന്റിന്റെ ഇൻവിറ്റേഷൻ തരാൻ. ആൻഡ് എന്നെ എന്തൊക്കെ പറഞ്ഞെന്നോ അവളന്ന് അലറി വിളിച്ചോണ്ട്. അറിയില്ല എന്തൊക്കെയാ പറഞ്ഞെന്ന്. ഞാനാണെങ്കിൽ ഷോക്ഡ് ആയിപ്പോയി. ഒന്നും തിരിച്ചു പറയാനും പറ്റിയില്ല. എന്നെ എത്രമാത്രം നാണം കെടുത്തിയെന്നോ അവള്. ബട്ട് പിന്നെ ഞാൻ ആലോചിച്ചു, അവരുടെ ക്ലാസ് തന്നെ അങ്ങനെയല്ലേ. ഈ മിഡിൽ ക്ലാസ് ആൾക്കാരുടെ സ്വഭാവം അങ്ങനെയാ. ആ സമയത്ത് തന്നെ ഞാനൊരു തീരുമാനം എടുത്തു. ഈ പൃഥ്വിയുടെയും പ്രീതയുടെയും കല്യാണം നടക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന്. എന്താ? പക്ഷെ എന്തിന്? കാരണം ഈ അറക്കലുകാര് കരയുന്നത് എനിക്ക് കാണണം. എല്ലാവരുടെയും മുന്നിൽ നാണം കെടുന്നത് കാണണം. എന്നേക്കുമായി തല കുനിഞ്ഞാനിരിക്കണം. അവരെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടാലേ എനിക്ക് സന്തോഷമാവുള്ളൂ. അറിയോ ഷേർലിൻ, നിനക്ക് എന്റെ പ്ലാൻ ഫുൾ പ്രൂഫാണ്. അതെ, നിങ്ങൾ തലയ്ക്കത്ത് പ്രാന്ത് പിടിച്ചോ? എന്റെ ബേബിയുടെ ജീവിതം ഇല്ലാതാകും. നിന്റെ ബേബിയോ? മനസ്സി മരിച്ചു. ഇനി എല്ലാം തകർന്നടി. ഒരു കാര്യം ചെയ്യാം. ഷെർലിൻ ബേബിയെ കോൾ ചെയ്യാം. ഷെർലിൻ ബേബി ഒന്ന് വിളിച്ചു നോക്കാം. എന്നിട്ട് ഞാൻ ഷെർലിൻ ബേബിയോട് പറയാം എനിക്കൊരു വലിയ തെറ്റ് പറ്റിയെന്ന്. അല്ല ആന്റി, ഐ എം സോറി. അപ്പൊ വായിൽ വന്നത് പറഞ്ഞു പോയതാ. വട്ട എനിക്കാ പിടിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് കുറച്ച് പേഴ്സണൽ കാര്യമാണ്. എങ്കിലും ആന്റിയോട് പറയാം. ഞങ്ങൾ മാത്രമുള്ള സമയത്ത് ഞാൻ രോഹിതേട്ടനെ ബേബി എന്നാ വിളിക്കുന്നത്. സോറി. അത് പിന്നെ ജീവിതം കുളവെന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം എങ്ങാനും പ്രീതയുടെ നിശ്ചയം മുടങ്ങിയ. നിങ്ങൾക്കറിയില്ല അവൾ എത്ര സൂത്രശാലിയാണെന്ന്. അവൾ ഉടനെ എന്റെ രോഹിതേട്ടന്റെ പിന്നാലെ വരും. സോ ആന്റി പ്ലീസ്, ഐ ബെഗ് യു, ഈ എൻഗേജ്മെന്റ് തടയരുത്. വാട്ട്സ് റോങ് വിത്ത് യു ഷേർലിൻ? ഞാൻ നിന്നോട് പറഞ്ഞ നീ ശരിക്കും കേട്ടതേയില്ല. ഞാൻ എന്താ നിന്നോട് പറഞ്ഞെന്നറിയോ? ഞാൻ പൃഥ്വിയുടെയും പ്രീതയുടെയും എൻഗേജ്മെന്റ് നടക്കാൻ സമ്മതിക്കില്ലെന്ന്. നിശ്ചയം എന്തായാലും നടക്കും. പക്ഷെ നിശ്ചയം നടക്കേണ്ടത് നമ്പ്യാർ ഫാമിലിക്ക് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ മാനേജ്മെന്റിൽ ചോദ്യം വരും. ആളുകൾ ഇവരെ കളിയാക്കും. എന്തൊരു അറേഞ്ച്മെന്റ് ഈ ചെയ്തിരിക്കുന്നേന്ന്.
ഇവർക്ക് നേരെ എല്ലാരും വിരൽ ചൂണ്ടുമ്പോ എനിക്ക് സമാധാനം കിട്ടും, എനിക്ക് സന്തോഷമാകും. ഇവരുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഷോ ഓഫ് ചെയ്യേണ്ട ആവശ്യം എന്താന്ന്? അയ്യോ ഷെർലിൻ ബേബി ഒന്ന് ഫോൺ എടുക്ക്. പ്ലീസ് 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 റിസീവ് ദ ഫോൺ. അത് ശരി, ലൈക്ക് ദാറ്റ്. യെസ് ഷെർലിൻ, ലൈക്ക് ദാറ്റ്. ഒരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, അതായത് പ്രീതയുടെ നിശ്ചയം എന്തായാലും നടക്കണം. നമ്മൾ നമ്പ്യാർ ഫാമിലിക്ക് അത് ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് പെണ്ണ് വീണ്ടും കൈയും കഴുകി വരും രോഹിത്തിന്റെയും കിരണിന്റെയും പിന്നാലെ. ആന്റി എക്സ്ക്യൂസ് മീ, ഈ ഫോൺ ആരോ വീണ്ടും വീണ്ടും വിളിക്കുക, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഹലോ ഷെർലിൻ ബേബി, എനിക്ക് 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 വലിയൊരു തെറ്റ് പറ്റി. ഞാൻ വലിയ തെറ്റാണ് ചെയ്തത്. ഞാൻ എന്റെ കൈ കൊണ്ട് മാനസിക അവളെ ഞാൻ കൊന്നു കളഞ്ഞു. ഞാൻ അവളെ കഴുത്ത് ധരിച്ചു കൊന്നു. വാട്ട്? ഷെർലിൻ ബേബി എന്നെ സഹായിക്കും. എനിക്ക് വളരെ വലിയൊരു തെറ്റാ പറ്റിയത്. നീ എവിടെയുള്ളത്? ഞാൻ പയ്യന്റെ മുറിയിലുണ്ട്. നീ വേഗം ഒന്നിങ്ങോട്ട് വാ. എന്നിട്ട് എന്നെ സഹായിക്കും പ്ലീസ്. ഇല്ലെങ്കിൽ ഞാൻ പെട്ടുവോ? പ്ലീസ് പ്ലീസ് എന്നെ സഹായിക്കും. എന്തു പറ്റി ഷെർലിൻ? ഫോൺ ആരുടെയാ? ഷെർലിൻ, ഇവളുടെ ഇന്നത്തെ പെരുമാറ്റം വളരെ വിചിത്രമായിട്ടുണ്ടല്ലോ. എന്റെ ചോദ്യത്തിന് ഉത്തരം കൂടി തരുന്നില്ല. ഇത്രയും വേഗത്തിൽ എവിടേക്കാ പോകുന്നേ? എന്തോ കുഴപ്പമുണ്ട്. ഞാൻ ഇവളെ പിന്തുടർന്ന് പോയേ മതിയാകൂ. ഇവളെന്താ ചെയ്യുന്നതെന്ന് കാണണം. പക്ഷെ എന്തിന്? സോറി, ജസ്റ്റ് വെയിറ്റ്, ഞാൻ വരിക. കാം ഡൗൺ. വേഗം വാ പ്ലീസ്, വേഗം വാ. ഈ ഷേർലിനുണ്ടല്ലോ എന്തോ വലിയ കാര്യം മറച്ചു വെക്കുന്നുണ്ട് എന്നോട്. ആ ഫോൺ കോൾ വന്നപ്പോ മുതല് അവള് ഭയങ്കര ടെൻഷനിലായി. പക്ഷെ എന്തിന്? അപ്പൊ ആരുടെ ഫോണായിരിക്കും അത്? പതുക്കെ. വേദന ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് സരള. ഓ എന്താ നിങ്ങക്ക് നോക്കി നടക്കാൻ പറ്റില്ലേ? മാറി നിൽക്കി വഴിയുന്ന. ചേച്ചി ഒരുപാട് ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അത് സാരമില്ല. നിങ്ങൾക്ക് വേദന എടുക്കുന്നില്ലേ? ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്താ പ്രശ്നമെന്ന്. ശരി, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളൂ. സർലാന്റി, ആ പൂജാരി ആന്റി വിളിക്കുന്നുണ്ട്. പിന്നെ മുത്തശ്ശിയും വളരെ ദേഷ്യത്തിലാണ്. ആ പൂജാരിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നിങ്ങൾ അവിടെ ഇല്ലാത്തത് കൊണ്ട്. കവിതയുടെ പിന്നാലെ പോണോ അതോ പൂജാരിയുടെ അടുത്തേക്ക് പോണോ? മോനെ, എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യോ? അത് ആ കവിതയല്ലേ, അവരെന്തോ ടെൻഷനായിട്ട് അങ്ങോട്ട് പോകുന്ന കണ്ടു. പിന്നെ രാധികയ്ക്ക് കാലിന് വേദന ഉള്ളത് കാരണം ഞാൻ വിചാരിച്ചു പോയി അന്വേഷിക്കാന്ന്. നീ പോയിട്ടൊന്ന് അന്വേഷിക്കോ? എന്നാ ഞാൻ പോയിട്ട് പൂജാരിയെ കാണാം. ആന്റി, ഞാൻ ചെയ്യാം. പക്ഷെ ഇത് പറ, എന്ത് പറ്റി? എന്തോ ടെൻഷൻ പോലെ ഉണ്ട്. ഇല്ലില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഒന്ന് വേഗം പോയി അവരോട് ചോദിക്കും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോന്ന്. ശരി ആന്റി. താങ്ക് യു സോ മച്ച് ചേട്ടാ. നിങ്ങൾ പോക്കോ. വാ വാ വാ, നമുക്ക് ഓ മൈ ഗോഡ്, നീ കണ്ണു കാണില്ലേ നിനക്ക്? വെള്ളം നിറച്ച ഗ്ലാസ് കൈവച്ചോണ്ടാണോ കറങ്ങുന്നേ? എനിക്കറിയാം, നീ ഇത് മനഃപൂർവ്വം ചെയ്തതാ എന്നോട്. ഐ എം സോറി ടു സേ മാം, പക്ഷെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേൾക്കാനും നിങ്ങളുടെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ കേൾക്കാനും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യവും എനിക്കില്ല. കമോൺ ഗേൾസ്. സംസാരിക്കുമ്പോ പണ്ടേ നിനക്ക് മര്യാദ ഇല്ലല്ലോ. പക്ഷെ ഒരു കാര്യം മറക്കണ്ട, ഇത് അറക്കലുകാരുടെ ഫംഗ്ഷനാ. ഞങ്ങളൊക്കെ നിങ്ങളുടെ ഗസ്റ്റും. അതുകൊണ്ട് ഗസ്റ്റുകളുമായി മര്യാദയ്ക്ക് സംസാരിക്കേ. മനസ്സിലായോ നിനക്ക്? കവിതമായി സൃഷ്ടിയുമായി എന്തോ കാര്യത്തിന് വഴക്കിടുകയാണെന്ന് തോന്നുന്നു. സർലാന്റി അതാണ് ടെൻഷനിൽ കണ്ടത്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? അവരെ പോലെ ഞാനും പോയേക്കാം. ഐ ജസ്റ്റ് കാന്റ് ബിലീവ് എവരി. സമീർ, ഇവിടെ വരൂ. ഈ പെണ്ണ് നിന്റെ ഫ്രണ്ട് അല്ലേ? ഇവളെ മര്യാദ പഠിപ്പിക്കേ. സൃഷ്ടി, അത് ഓ ഹലോ, നീ ഒരു അക്ഷരവും മിണ്ടി പോവരുത്. നിനക്ക് ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ടെങ്കിലേ പോയ കവിത എന്റെ പഠിപ്പിക്കും. മാനേഴ്സ് വേണ്ടത് അവർക്കാ, എനിക്കല്ല. അല്ല, ഒരു മിനിറ്റ്. ഞാൻ കവിത മാഡത്തിനുള്ള ദേഷ്യം ഇവനോടാണല്ലോ തീർത്തത്. അയ്യോ, ഇവനോട് നീ എന്റെ സൃഷ്ടി, നീ പെൺകുട്ടികളെ പോലെ ബിഹേവ് ചെയ്യും അവനോട്. എന്നാലല്ലേ നിനക്ക് അവന്റെ മനസ്സിലുള്ള കാര്യം മനസ്സിലാവൂ. ഇവൻ എന്താ ഇങ്ങനെ? ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ഓടിപ്പോയി. ഒരു ജെന്റിൽമാൻ ടൈപ്പ് ആണല്ലോ. പൃഥ്വി പോലല്ല, താങ്ക് ഗോഡ്.
ബ്ലഡി കിരൺ എന്റെ പൊന്നു ബേബിയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുക. ഇവൻ ആഗ്രഹിക്കുന്നത് ഈ കല്യാണം മുടക്കണമെന്നാണ്. അവന്റെ ആഗ്രഹം പൊന്നു കഷ്ടപ്പെടണമെന്നാണ്. അവൻ എപ്പോഴും ഈ പ്രീതയുടെ കൈയും പിടിച്ച് നടന്നോളും. പിന്നെ ഈ പ്രീത, എനിക്ക് അവളുടെ മുഖം കാണുന്നത് വെറുപ്പാണ്. ഇവള് കാരണമാണ് എന്റെ പൊന്നു ബേബി പേടിച്ച് ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്നത്. പിന്നെ ആ ഭ്രാന്തിലാണ് ഈ കയ്യബത്ത് സംഭവിച്ചത്. അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇവർ രണ്ടുപേരെ ഇപ്പൊ തന്നെ കൊന്നു കളഞ്ഞേനെ ഞാൻ. ഷെർലിൻ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അതായത് പാർട്ടികളും താഴെയല്ലേ? ആരെങ്കിലും അന്വേഷിക്കുകയാണോ? അല്ലല്ല, അത് ആക്ച്വലി എനിക്ക് മേക്കപ്പ് ടച്ചപ്പ് ചെയ്യണമായിരുന്നു. അതാ, എക്സ്ക്യൂസ് മീ. കം. സമീർ, പോയി അവനോട് സംസാരിക്കാം. വേണ്ട. ഓ സൃഷ്ടി, വേണ്ട. ഇനി ഈ സിനിമ സ്റ്റൈലും കൂടെ അവനോട് കാണിക്കണ്ട പ്ലീസ്. കാരണം ആ ദേഷ്യത്തിൽ ഞാൻ അവനോട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അവനാണെങ്കിൽ ഒന്നും പറയാതെ ഓടിപ്പോവുകയും ചെയ്തു. ഇനിയിപ്പോ എന്താ ചെയ്യാ? എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. പെൺകുട്ടികളെ പോലെ ഇനി സംസാരിക്കാം. ഒരു നോർമൽ ഗേൾ എങ്ങനെ ബിഹേവ് ചെയ്യോ അതുപോലെ ബിഹേവ് ചെയ്യാം. കുറച്ച് ഹാർഡാണ്, എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ നിനക്കെന്താ പറ്റിയത്? ഇനി ആരുടെ ദേഷ്യം എന്റെ മേലെ തീർക്കാനാ വന്നത്? ദേഷ്യോ? അത് നിന്നോടോ? നോട്ട് അറ്റ് ഓൾ സമീർ, പ്ലീസ്. ഒരു മിനിറ്റ്. ഇന്ന് ഹോളിയും അല്ല, വേറെ അങ്ങനെയുള്ള ഫെസ്റ്റിവലും ഇല്ല. കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത്?